ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വചനം വായിക്കുകയാണ്, സങ്കീർത്തനം 36 1 മുതലുള്ള വചനം ശ്രദ്ധിച്ചോണം. ദുഷ്ടന്റെ ഹൃദയ അന്തർഭാഗത്തോട് പാപം മന്ത്രിക്കുന്നു, അവൻ്റെ നോട്ടത്തിൽ ദൈവഭയത്തിന് സ്ഥാനമില്ല. ഒന്നുകൂടെ പറയുകയാണ്, ശ്രദ്ധിക്കണേ വചനം. ദുഷ്ടന്റെ ഹൃദയ അന്തർഭാഗത്തോട് പാപം മന്ത്രിക്കുന്നു, അവൻ്റെ നോട്ടത്തിൽ ദൈവഭയത്തിന് സ്ഥാനമില്ല. തൻ്റെ ദുഷ്ടത കണ്ടുപിടിക്കുകയോ വെറുക്കപ്പെടുകയോ ഇല്ലെന്ന് അവൻ അഹങ്കരിക്കുന്നു. അതാണ് ദുഷ്ടൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. അവൻ്റെ ദുഷ്ടത ആരും കണ്ടുപിടിക്കില്ല, ദൈവം പോലും കണ്ടുപിടിക്കുകയില്ലെന്നും വെറുക്കപ്പെടുകയോ ഇല്ലെന്നും അവൻ അഹങ്കരിക്കുന്നു. അവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് ദുഷ്കർമ്മവും വഞ്ചനയുമാണ്. വിദ്വേഷവും നന്മയും അവൻ്റെ പ്രവർത്തികളിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. കിടക്കയിൽ അവൻ ദ്രോഹ ആലോചന നടത്തുന്നു. കിടന്നുകൊണ്ട് അവൻ ആരെ ദ്രോഹിക്കണം, ആരെ നശിപ്പിക്കണമെന്നവൻ്റെ അത്രയും പകലും ആലോചിച്ചുകൊണ്ട് നടക്കുന്നു. അതാണ് ദുഷ്ടൻ. ആരെ നശിപ്പിക്കണം, ആരെ തകർക്കണമെന്ന് ചിന്തിക്കുന്ന വ്യക്തിത്വം. തിന്മയെ അവൻ വെറുക്കുന്നില്ല. അതാണ് ദുഷ്ടൻ്റെ പ്രത്യേകത. അവൻ തിന്മയെ വെറുക്കുന്നില്ല, മദ്യപാനത്തെ വെറുക്കുന്നില്ല, പുകവലിയെ വെറുക്കുന്നില്ല, അവിഹിത ബന്ധങ്ങൾ വെറുക്കുന്നില്ല. അത് ദുഷ്ടനാണ്. ദുഷ്ടനത് വെറുക്കുന്നില്ല. വ്യഭിചാരം, മ്ലേച്ഛ ജീവിതത്തെ വെറുക്കുന്നില്ല. അവൻ അന്ധവിശ്വാസങ്ങളെ വെറുക്കുന്നില്ല. വെറുക്കണം. അത് അവനാണ്. ദുഷ്ടൻ്റെ ഹൃദയ അന്തർഭാഗത്തോട് പാപം മന്ത്രിക്കുന്നു, അവൻ്റെ നോട്ടത്തിൽ ദൈവഭയത്തിന് സ്ഥാനമില്ല. തൻ്റെ ദുഷ്ടത കണ്ടുപിടിക്കുകയോ വെറുക്കപ്പെടുകയോ ഇല്ല എന്നവൻ അഹങ്കരിക്കുന്നു. അവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് ദുഷ്കർമ്മവും വഞ്ചനയുമാണ്. വിവേകവും നന്മയും അവൻ്റെ പ്രവർത്തികളിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. കിടക്കയിൽ നിന്ന് അവൻ ദ്രോഹ ആലോചന. ആരെ ദ്രോഹിക്കണം? വാരലെ നശിപ്പിക്കണം. അപ്പനെയോ അമ്മയോ ഭാര്യയോ ഭർത്താവിനെയോ മക്കളെയോ നാട്ടുകാരെയോ ജോലി സ്ഥലത്തുള്ളവരെയോ ആരൊക്കെ നശിപ്പിക്കേണ്ടത്? സഭയോ വൈദികരെയോ മെത്രാന്മാരെയോ ഒക്കെ ആരെ നശിപ്പിക്കണം? കിടക്കേ കിടന്നുകൊണ്ടവൻ ദ്രോഹ ആലോചന നടത്തുന്നു. തിന്മയെ അവൻ വെറുക്കുന്നില്ല. തിന്മയോട് അവന് വെറുപ്പില്ല. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ആകാശത്തോളം എത്തുന്നു, വിശ്വസ്തത മേഘങ്ങൾ വരെയും. അങ്ങയുടെ നീതി ഗിരിശൃംഗങ്ങൾ പോലെയും അങ്ങയുടെ വിധികൾ അത്യഗാധങ്ങൾ പോലെയുമാണ്. കർത്താവെ, മനുഷ്യനെയും മൃഗത്തെയും അവിടുന്ന് രക്ഷിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം. ശ്രീമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. മനുഷ്യമക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു. അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വരുന്നുണ്ട്, തൃപ്തി അടയുന്നു. അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു. അങ്ങിലാണ് ജീവൻ്റെ ഉറവ. അങ്ങയെ അറിയുന്നവർക്ക് അങ്ങയുടെ കാരുണ്യവും നിഷ്കളങ്ക ഹൃദയർക്ക് അങ്ങയുടെ രക്ഷയും തുടർന്ന് നൽകണമേ. ശ്രീമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ഒന്നുകൂടെ കൈയടിച്ച് ദൈവത്തിൻ്റെ മക്കൾ ഒത്തു. അവിടെ പ്രിയപ്പെട്ട മക്കളെ, അച്ഛൻ പറഞ്ഞിരുന്നു ഇവിടെ ദൈവത്തിൻ്റെ കരുണ ഉന്നതമാണ്, അത്യുന്നതമാണ്. ആ കരുണ നിൻ്റെ മേലുണ്ടാകണം. അതുകൊണ്ടൊരു കൃപയോ അഭിഷേകമോ അനുഗ്രഹമോ അതൊരാൾ പ്രാപിക്കുന്നത് അത് ശരിക്കും ഇത് കൃപാഭിഷേക ധ്യാനം എന്നല്ല ഇടേണ്ടത്, ദൈവകരുണയുടെ ധ്യാനം എന്നാണ്. കാരണം ആ കരുണ ഒഴുകുമ്പോഴാണ് ഒരാൾ രക്ഷപ്പെടുമ്പോൾ അവന് വിശുദ്ധ ഫൗസ്തീനയ്ക്ക് വെളിപ്പെടുത്തിയപ്പോൾ ഗ്രേസ് ആൻഡ് മേഴ്സി, കരുണയും കൃപയും. കരുണയിലൂടെ മാത്രമേ കൃപ കിട്ടുകയുള്ളൂ. ദൈവം നിന്നോട് കരുണ കാണിക്കട്ടെ. ഈ ദേശത്തുള്ള ഓരോ കരുണ കാണിക്കും. ആ കരുണ ഓരോ വ്യക്തിയുടെ മനോവികാരം പോലെ അവൻ്റെ ഉള്ളിൽ എത്രമാത്രം പശ്ചാത്താപത്തിൻ്റെ കണ്ണീരുണ്ടോ അവിടെയാണ്. നമുക്കറിയാം, ഇവിടെ ചുങ്കക്കാരൻ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോഴേ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തപ്പോൾ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ച് അത് സമയം തലകുനിച്ച്, ഒരു പക്ഷെ തലകുനിച്ച് പിടിച്ചവൻ മാറത്തടിച്ചുകൊണ്ട് ദേവാലയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ടും പ്രാർത്ഥിക്കുക, ദൈവമേ പാപിയ എൻ്റെ മേൽ കരുണയായിരിക്കും. ശരിക്കും ദൈവബോധത്തോടെ അവൻ പ്രാർത്ഥിക്കുന്നത്, അവന് ദൈവം സാന്നിധ്യം കണ്ടുകൊണ്ട് അവൻ കരുണയ്ക്ക് വേണ്ടി കരുണയായിരിക്കണം. ഞാൻ ചുങ്കക്കാരനാണ്, ഞാൻ ചെയ്തൊരു തെറ്റുകൾ മുഴുവനും പറയും, കരുണയായിരിക്കണം. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഐ ആം എ സിന്നർ, ലോർഡ് ഹാവ് മേഴ്സി ഓൺ മീ. എന്നോട് കരുണയായിരിക്കണം. അവിടെ പ്രിയപ്പെട്ട മക്കളെ,
ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവം കരുണ കാണിക്കട്ടെ. മാതാപിതാക്കളുടെ മേൽ കരുണ കാണിക്കട്ടെ. ജോലി സ്ഥാപനങ്ങളുടെ മേൽ കരുണയായിരിക്കട്ടെ. കൃഷിയിടങ്ങളുടെ മേൽ കരുണ ദൈവം കാണിക്കട്ടെ. നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ മേൽ കരുണ കാണിക്കട്ടെ. നിങ്ങളുടെ മാതാപിതാക്കളുടെ മേൽ കരുണ കാണിക്കട്ടെ. ആ വ്യക്തി കരുണ കിട്ടാൻ ആ വ്യക്തി ചെയ്യേണ്ടത്, ഞാൻ വീണ്ടും പറയുന്നു, ബർത്തമീസിനെ പോലെ എളിമപ്പെടണം. അവനോടൊന്ന് വിളിക്കുക, ഉറക്കെ പ്രാർത്ഥിക്കുക. അവനറിയാം അവന് നേരെ ദൈവം നോക്കണമെങ്കിൽ, ദൈവം അവനെ വിളിക്കണമെങ്കിൽ ദൈവം അവനോട് കരുണ തോന്നണം. ആ കരുണ തോന്നാൻ വേണ്ടിയാണ് അവൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അവനെ എങ്കിലും ദൈവം നോക്കൂ. ദൈവം കേൾക്കുകയല്ലാത്തവനായിട്ടല്ല, കേൾക്കണമെങ്കിൽ എൻ്റെ ഹൃദയം തുറക്കണം. അപ്പോൾ ആദ്യം പ്രാർത്ഥിച്ചത് പോരാ. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചാൽ കേൾക്കില്ല, പ്രാർത്ഥിക്കേണ്ടത് പോലെ പ്രാർത്ഥിച്ചാലേ കേൾക്കൂ. അപ്പോൾ അവൻ വാ തുറന്നവൻ ചങ്കുപൊട്ടി വിളിക്കുക. അപ്പോഴാണ് ആ വിളി കേൾക്കുന്നത്. അവൻ ചങ്കുപൊട്ടി വിളിക്കുക, ദൈവം കേൾക്കും. ആദ്യം പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചാൽ പറ്റില്ലവൻ. പക്ഷേ അവൻ അങ്ങനെ പ്രാർത്ഥിച്ചത് ചുറ്റുമുള്ളവർക്ക് അങ്ങ് പിടിച്ചില്ല. അവര് പറഞ്ഞു, നീ നിർത്ത്, വായടയ്ക്ക്, എന്തിനെങ്ങനെ കലർന്ന് നീ. അവനറിയാം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് തെറ്റുപറ്റി, എനിക്ക് കാഴ്ച ഉണ്ടായിരുന്നവനാ. എൻ്റെ പാപത്തിൻ്റെ പരിണത ഫലമായിട്ട് എൻ്റെ കണ്ണിന് കാഴ്ച പോയി. അത് വീണ്ടും കിട്ടാൻ ദൈവം വിചാരിക്കണം. കരുണയിലൂടെ കിട്ടുള്ളൂ, കഴിവിലൂടെ കിട്ടില്ല. ആ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവിടെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ കാരുണ്യം, അവിടെ ദൈവം സ്നേഹം തന്നെയാണ്, ദൈവം കരുണ തന്നെയാണ്. പക്ഷേ ആ കരുണ സ്വന്തമാക്കണം, കിട്ടണമെങ്കിൽ നീ ദൈവത്തോട് മാപ്പ് പറയണം. മാപ്പ് പറയാ വെച്ചാൽ അതൊരു ചുമ്മാ ഐ എം സോറി വെച്ചാൽ ഈ കള്ളത്തരത്തിൽ ആൾ സോറി പറയുന്നത് നമ്മൾ പൊതുവാ കേട്ടിട്ടുണ്ട് എല്ലാവരും. ഫാദർ ഐ എം വെരി സോറി, ഫാദർ ഐ എം വെരി സോറി. അത് പറയും തന്നെ അഹങ്കാരത്തോടെ സോറി പറയുന്ന ഒത്തിരി മക്കളുണ്ട്. വിത്ത് പ്രൈഡ് സർട്ടൻ പീപ്പിൾ സ്പീക്ക് സോറി. വലിയ അഹങ്കാരം, ഐ എം വെരി സോറി, ഐ എം വെരി സോറി, ഐ എം വെരി സോറി, സോറി. ആ സോറി അല്ലത്. അത് ഇനി ഞാൻ ഒരിക്കലും ആവർത്തിക്കില്ലത്. ചെയ്ത് തെറ്റാന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ ദൈവത്തെ വേദനിപ്പിച്ചത് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു, എൻ്റെ മക്കളോട് ചെയ്യാൻ പാടില്ലായിരുന്നു, ഭർത്താവിനോട് ചെയ്യാൻ പാടില്ലായിരുന്നു, എൻ്റെ ഭാര്യയോട് ചെയ്യാൻ പാടില്ലായിരുന്നു, എൻ്റെ അപ്പനമ്മയോട് ചെയ്യാൻ പാടില്ലായിരുന്നു, സഭയോട് ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ അങ്ങ് ചെയ്യരുത്. എൻ്റെ ശരീരം നമ്മൾ പാപം ചെയ്യരുത്. ആ ഒരു ബോധ്യമുണ്ടല്ലോ, ആ ബോധ്യമാണ് കിട്ടണം. ആ ബോധ്യം കിട്ടണം. അത് ആഴത്തിൽ എനിക്ക് തെറ്റുപറ്റി, നിശ്ചയില്ല, നെവർ. അത് വെറുതെ ഒരു പാഴ്വാക്കല്ലത്. അത് കുമ്പസാരക്കൂട്ടിപ്പോയി ചില നുണ പറയുന്ന സ്വഭാവം അതല്ലത്. അത് ആത്മാർത്ഥമായ വാക്കാം. സോറി, ഐ വിൽ നോട്ട് കമ്മിറ്റ് അഗൈൻ, വീണ്ടും ഞാൻ ചെയ്യില്ല. ആ ഒരു ആത്മാർത്ഥതയുള്ള സോറി, ആ കരുണയ്ക്കാണ് പ്രാർത്ഥന. അവിടെയാണ് കൃപയോടുന്ന പോയിൻ്റ്. അതാ. അതുകൊണ്ട് പലരും ഒരുപാട് പ്രാർത്ഥനകളും ഇവിടെ കരുണക്കൊന്തകളൊക്കെ ചെല്ലും. പക്ഷെ അതൊക്കെ കർമ്മമായിട്ട് മാറുന്നുണ്ടത്. കുർബാന മധ്യത്തിൽ പോലും നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പോലും, വിശുദ്ധ ബലി അർപ്പണ സമയത്ത് പോലും അതൊരു കർമ്മമാണ്. അത് ഉള്ളിൽ നിന്ന് വരണം. അത് മുട്ടുകുത്തുമ്പോൾ അത് ദൈവസന്നിധിയിൽ ഞാൻ വിട്ടുകൊടുക്കലാണ്. അത് അനുതാപമാണ്. അതുകൊണ്ട് കുറച്ചു നേരം മുട്ടുകുത്തിയുന്ന ഉടനെ കരുണ കിട്ടുമൊന്നുമില്ല. അത് ഹൃദയം എളുപ്പപ്പെടുത്തുന്നതിൻ്റെ ഒരു അടയാളമാണ് മുട്ടുകുത്തുന്നത്. ഒരാൾ കാല് വീണ് ചുംബിച്ച് കാല് പിടിച്ച് ചുമ്മാ കാല് പിടിച്ചാൽ ഒന്നും കരുണ കിട്ടില്ല. ആ കാല് പിടിക്കുന്നത് ജീവിതത്തിൽ അതുപോലെ ഞാൻ ദ്രോഹിച്ചു കേട്ടോ, ഞാൻ അങ്ങേ അതുപോലെ ദ്രോഹിച്ചു ദൈവമേ, ഞാൻ ദ്രോഹിക്കില്ല, എനിക്കൊന്നും വേണ്ട, ഞാൻ ദ്രോഹിക്കില്ല. അതൊരു 5 മിനിറ്റത്തെ 10 മിനിറ്റ് ഒരു മനസ്സിന് സുഖം കിട്ടാൻ വേണ്ടിയുള്ള സോറിയല്ല. ചില ആൾക്കാർ സോറി, അവർക്ക് മനസ്സിൻ്റെ പ്രയാസം, അവർ പറഞ്ഞില്ലെങ്കിൽ ഒരു സന്തോഷം കിട്ടും, അവർക്കൊരു ഫ്രീ ആണ്. മെൻ്റൽ ഫ്രീഡം കിട്ടാൻ വേണ്ടി സോറി പറയും, അതല്ലത്. മെൻ്റൽ ഫ്രീഡം കിട്ടാൻ വേണ്ടി കുമ്പസാരിക്കും, അതല്ല കുമ്പസാരം. മാനസിക സുഖം കിട്ടാൻ വേണ്ടി ഒരു കുമ്പസാരമുണ്ട്, അതല്ല സുഖം, അതല്ല കുമ്പസാരം. ആ കുമ്പസാരിച്ച് ഫ്രീ ആയി അതല്ല. അത് അവന് കിട്ടുന്നൊരു മെൻ്റൽ ഫ്രീഡമേ ഉള്ളൂ. പക്ഷെ കരുണ കിട്ടുന്നില്ല. കരുണ കിട്ടുന്നുണ്ട്, പക്ഷെ അനുഭവിക്കാൻ പറ്റുന്നില്ല. വേണ്ടവണ്ണം കിട്ടണം, അളവ് പോരാ, അളവ് കൂടണം. കരുണയുടെ കൃപ അപ്പോൾ കൂടണമെങ്കിൽ അതിൻ്റെ ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനയായിരിക്കണം. അനുദപിക്കുക, എത്രമാത്രം പശ്ചാത്തപിക്കാൻ പറ്റുമോ. എനിക്ക് മനസ്സിലുണ്ട്, ഈ അഭിഷേകം മഴ പെയ്തിറങ്ങുന്നത് പശ്ചാത്തപിക്കുന്ന പാപിയുടെ മേല. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അതായത് പാപിന് കർത്താവിൻ്റെ പാദം കണ്ണീർ മഴ കൊണ്ട് കഴുകുമ്പോൾ, ആ കണ്ണീർ മഴ കൊണ്ട് കർത്താവിൻ്റെ പാദം കഴുകുന്ന പാപിനിയുടെ മേൽ കർത്താവിൻ്റെ കൃപയുടെ മഴ ഒഴുകുന്നത്. നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. നിനക്കോ ഈ കണ്ണീർ മഴ ഒഴുകാതെ
ഈ കൃപയുടെ മഴ ഒഴുകില്ല. ലോകശാന്തിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കരഞ്ഞു പോയിട്ട് ദൈവം ഇതിനുള്ള യോഗ്യതയൊന്നുമില്ല. ഒരിക്കലും അപ്പൻ അവിടെ ധ്യാനിക്കാൻ വന്നേ. അപ്പന് ഷുഗർ രോഗം കൂടി. ഒരു കാലിന് കുറച്ച് എനിക്കൊന്ന് കാലിൻ്റെ വിരലുകളൊക്കെ മുറിച്ച് കളഞ്ഞ മുറിവ് വന്നിട്ടിങ്ങനെ അഴുകി കാല് മുഴുവൻ പ്രശ്നം. അപ്പം മുട്ടിന് താഴോട്ട് മുറിച്ച് കളയണം ഡോക്ടർ പറഞ്ഞ്. ഷുഗർ രോഗം, ഡയബറ്റിക്സ് കൂടിപ്പോയത്. ഒരു 70-75 വയസ്സോളം പ്രായമുണ്ട്. നമ്മൾ 60 വയസ്സിന് മുകളിലുള്ളവരെ നമ്മൾ ധ്യാനത്തിന് കയറ്റാറില്ല. സ്പെഷ്യൽ പെർമിഷനൊക്കെ മേടിച്ചുകൊണ്ട് ഇവർ അപ്പനെ കൊണ്ടുവന്നു. അപ്പം കുമ്പസാരവും കുർബാനയൊന്നും ഇല്ലാത്ത അപ്പനാണ്. ഭയങ്കര അഹങ്കാരമാണ്. മാപ്പ് പറയണം. എനിക്കാരോടും മാപ്പ് ക്ഷമ പറയാനൊന്നുമില്ല. എനിക്കാരോടും സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഞാൻ ചെയ്തതെല്ലാം ശരിയാണ്. അങ്ങനെയുള്ളവന് കൃപ കിട്ടില്ല. എനിക്ക് സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഐ എം ഓക്കെ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. സംഭവിച്ചത് അപ്പം ധ്യാനത്തിനൊന്നും, പക്ഷേ ദൈവം ഇടപെട്ടു. ആ മനുഷ്യൻ കുമ്പസാരിച്ചു. നല്ലൊരു കുമ്പസാരം, ജീവിതത്തിൻ്റെ കുമ്പസാരം. അതുകൊണ്ട് അരമണിക്കൂറോളം വൈദികൻ്റെ അടുത്ത് പോയി ഇരുന്ന്, അത് മുട്ടുകുത്താൻ പറ്റത്തില്ലല്ലോ, ഇരുന്നിങ്ങനെ കരഞ്ഞു, കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ധ്യാനം കഴിയുന്നതിന് മുമ്പ് ഈ മനുഷ്യൻ്റെ കരിയാത്ത മുറിവ് കർത്താവ് പരിപൂർണമായിട്ടും തൊട്ട് സുഖപ്പെടുത്തിക്കൊണ്ട് ആ മനുഷ്യനെ കർത്താവ് അനുഗ്രഹിച്ചു. സർവ്വ ഹല്ലേലൂയ. ആ മക്കളിനെ വച്ചാ ദൈവത്തിന് നന്ദി അച്ഛാ. നമ്മുടെ കരുണയാണിത്. എൻ്റെ കഴിവല്ല, ഞാനല്ല തരുന്നത്. ഞാൻ ആരാ? ഐ എം നത്തിങ്. കരുണയായത്, കരുണയാ. അടിപൊളിയുള്ള ചെറുപ്പക്കാരൊക്കെ യുവതിവാക്കളൊക്കെ പാപത്തിൻ്റെ മാർഗം തിരഞ്ഞെടുക്കും. സുവിശേഷത്തിനും സഭയ്ക്കും വിരുദ്ധോട്ടൊക്കെ പോകുമ്പോൾ മക്കളോടത്തോണം ആ കൃപയും അടയും, വാതിലടയും. അതുകൊണ്ട് ചില കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ആ കൃപയുടെ വാതിലടഞ്ഞു. ഇപ്പം പഠിക്കാൻ പറ്റില്ല, ഓർമ്മയൊന്നുമില്ല, അത് ശരിയാകത്തില്ല, പ്രാർത്ഥിക്കാൻ പറ്റില്ല. അലമ്പ് തുടങ്ങി, വഴക്ക് തുടങ്ങി, ബഹളം തുടങ്ങി. അപ്പനെ കാണുമ്പോൾ ദേഷ്യവിന, അമ്മയെ കാണുമ്പോൾ ഇവക്ക് ഭയങ്കര അരിശ. വേറെ രഹസ്യമായിട്ട് ഫോണൊക്കെ വിളിച്ച് രാത്രി മുഴുവനും വേറൊരുത്തൻ്റെ കൂടെ ദൂരെ കിടക്കുന്നില്ലെങ്കിലും അവൾ വേശ്യാവൃത്തി സ്വന്തം വീട്ടിലിരുന്നുകൊണ്ട് അവനുമായിട്ട് അവളുമായിട്ട് ചെയ്യും. പറയാൻ പോലും കൊള്ളില്ല ഈ കാലഘട്ടത്തിലെ ചില തിന്മകൾ. അതോടെ ആ കുഞ്ഞിന് കരുണ പോയിട്ട് കൃപ പോലും കിട്ടില്ല. പിന്നീട് കല്യാണമൊക്കെ അടിച്ചു കഴിയുമ്പോഴത്തേന്, വിവാഹം കഴിയുമ്പോഴാ പ്രശ്നങ്ങൾ ആരംഭിക്കാൻ തുടങ്ങുക. ഓരോരോ നാശങ്ങൾ വരിക. അവിടെ ദൈവത്തോട് കരുണ പ്രാർത്ഥിക്കുന്നവനത് കള്ളത്തിലുള്ള പ്രാർത്ഥനയായിരിക്കരുത്. നമ്മുടെയൊക്കെ ചില കല്ലുകളിരിപ്പുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെ കുടുംബത്തിൽ, ജീവിതത്തിൽ, ഹൃദയത്തിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന ഇതിന് ഉറപ്പ് അച്ഛൻ വെറുതെ പറയുന്നില്ല. പ്രിയപ്പെട്ട മക്കളെ, ഇത് സുവിശേഷ വേല തുടങ്ങിയിട്ട് 24-ാമത്തെ വർഷമായി. സെമിനാരിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് എനിക്കുള്ള വരം തന്നതാണ്. അന്ന് തുടങ്ങിയ ശുശ്രൂഷയാണ്. 20-ാമത്തെ വർഷത്തിലേക്ക് കയറുകയാണ് ഈ വർഷം അച്ഛനായിട്ട്. അപ്പം 23-24 വർഷമായി ഈ ശുശ്രൂഷ. ഞാൻ കണ്ടുമുട്ടൊരു സത്യം ഞാൻ തുറന്നു പറയാം, ആത്മാർത്ഥമായിട്ട് പറയാം. എൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ വളരെ ചങ്ക് തുറന്ന് അത്ര സ്നേഹം കൊണ്ട് പറയുക, പ്രിയപ്പെട്ട മക്കളെ, ദൈവം സത്യമായിട്ട് ഉണ്ട് മക്കളെ. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ ജീവിക്കുന്ന ദൈവമാണ് മക്കളെ. ഈശോ തോന്നലല്ല, ഈശോ സത്യം. ഞാൻ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ഈശോ പ്രവർത്തിക്കുന്ന നേരെ കണ്ടിട്ടുണ്ട്. ഈശോ കൃപ കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. വലിയ അത്ഭുതങ്ങൾ എൻ്റെ കൺമുമ്പിൽ ഭാവിയായ എൻ്റെ കരങ്ങൾ ഉപയോഗിച്ച് കർത്താവ് ചെയ്തിട്ടുള്ള ആയിരക്കണക്കിന് മിറക്കിളുകൾ, ഹ്യൂമൻ ബ്രെയിനോ മനുഷ്യബുദ്ധിക്കോ ഒരിക്കലും എത്താൻ പറ്റാത്ത സംഭവങ്ങൾ നേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും മക്കളെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് മക്കളെ. കുടുംബം രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ദേശത്ത് അഴുകിക്കിടക്കുന്ന ജീവിതങ്ങളാണ്. ലാസറിനെ പോലെ മരിച്ചു കിടക്കുന്ന ജീവിതങ്ങൾ അവരെ ഉയർപ്പിക്കാൻ വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഈ കൃപാഭിഷേക മക്കള്, ദൈവം നിങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദിവസങ്ങളെ കൃപയുടെ അഭിഷേകം നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും മക്കളെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ തടസ്സമൊന്ന് മാറ്റി എളിമപ്പെട്. അച്ഛൻ നിങ്ങളുടെ കാലേ വീണ് പറയുക, നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന വലിയ കല്ലുകളുണ്ട്. അഹങ്കാരമാകാം, ഞാനെന്ന ഭാവമാകാം, യുക്തിവാദമാകാം, അവിശ്വാസമാകാം, വെറുപ്പ്
വെറുപ്പാകാം. അത് അപ്പനോട് അമ്മയോടുള്ള വെറുപ്പും വിദ്വേഷവും പ്രതികാര ചിന്തയാകാം. അപ്പനോടോ അമ്മയോടോ ഭാര്യയോടോ ഭർത്താവിനോടുള്ള പ്രതികാര ചിന്ത, അയൽക്കാരോടുള്ള പ്രതികാര ചിന്തയാകാം. സ്നേഹിതരോട് സഹോദര കുടുംബാംഗങ്ങളോട് വെറുപ്പാകാം. ഇത് വൈദികരോടുള്ള വെറുപ്പാകാം, സന്യസ്തരോടുള്ള വെറുപ്പാകാം, മെത്രാന്മാരോടുള്ള വെറുപ്പാകാം, സഭയോടുള്ള വെറുപ്പാകാം, പരിശുദ്ധ കുർബാനയോടുള്ള വെറുപ്പാകാം, പള്ളിയോടുള്ള. അതൊക്കെയാണ് പാറ മക്കൾ. അത് മന്ത്രവാദ കൂടോത്ര ശുദ്രവിദ്യ ഇതൊക്കെ ആയിരിക്കാം മക്കൾ. വെറുപ്പും വിദ്വേഷവും നിറഞ്ഞത്. അതുപോലെ അന്ധകാരം. ഈ പാറയൊന്നും മാറ്റണം. നീ വെച്ചത് നീ മാറ്റണം. നീ വെച്ചത്, ആ കല്ല് വെച്ചത് മനുഷ്യനാ, അത് അവൻ തന്നെ എടുത്തു മാറ്റണം. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയാ. നീ എടുത്തു വെച്ച പാറയാണത്, നീ തന്നെ മാറ്റണമത്. നിന്റെ ചില അവിഹിത ബന്ധങ്ങൾ നീ തന്നെ എടുത്തു മാറ്റണം. നിന്റെ മദ്യപാനം നീ അവസാനിപ്പിക്കണം. അത് മറ്റുള്ളവരെ കബളിപ്പിക്കുന്ന മാനസാന്തരമല്ല, ആത്മാർത്ഥമായിട്ടത് അവസാനിപ്പിക്കണം. നീ കഞ്ചാവ് ഉപയോഗിക്കുന്ന യുവതി-യുവാക്കൾ, മാതാപിതാക്കൾ അവസാനിപ്പിക്കണം. അത് പുകവലിക്കുന്ന മക്കൾ അവസാനിപ്പിക്കണം. കള്ളക്കച്ചവടങ്ങൾ, അനീതിയുടെ സമ്പത്ത്, മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും തട്ടിച്ചും വെട്ടിച്ചും ബ്ലേഡ് പരിശോധന ഉണ്ടാക്കിയ പണം വീട്ടി വെച്ചേക്കരുത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ, ഈ മനുഷ്യൻ എൻ്റെ ഇടവക ജീവിതത്തിൽ രസകരമായ അനുഭവം. എൻ്റെ ഇടവകയിൽ ആദ്യമായിട്ട് ചെന്നപ്പോൾ ഒരു മനുഷ്യൻ എന്നും പള്ളിയിൽ വരുന്നു പോകുന്നു. പുള്ളി കാല ചെരുപ്പൊന്നും എടുത്തില്ല, വളരെ ഭക്തനായ മനുഷ്യനാണ്. അന്വേഷിച്ചപ്പോൾ നാട്ടിലെ ഏറ്റവും വലിയ പലിശക്കാരനാണ്. ഹല്ലേലൂയ. പലിശക്കാരനാണ്. പക്ഷേ നടക്കുന്ന നടപ്പ് കണ്ടാൽ സന്യാസിയെ പോലെ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പുള്ളി എല്ലാ ദിവസവും വന്നിട്ട് മാതാവിൻ്റെ രൂപത്തെ തൊട്ടിട്ട് നേർച്ചയിടും. എൻ്റെ ഇടവ് പുള്ളിയിലെ സംഭവം ചെന്ന ഇടവയ്ക്ക് കിട്ടുമ്പോൾ യോസേപ്പ് പിതാവിൻ്റെ രൂപമുണ്ട് അവിടെ, അതിൻ്റെ മുമ്പിലും കൊണ്ട് നേർച്ചയിടും, തൊട്ട് പ്രാർത്ഥിക്കുക. എന്തൊരു ഭക്തി! അച്ഛാന്ന് പറയുമ്പോഴേ വേണം നിലത്ത് വീഴും. അതുപോലെ ഭയങ്കര എളിമയാ, പക്ഷെ കഴുത്ത് വെട്ടുന്ന വലിച്ചയാ. അപ്പൊ ആൾക്ക് എന്നാ പറയാൻ പറ്റും? കുടിയോ വലിയ ഒന്നുമില്ല മനുഷ്യൻ, നിഷ്കളങ്കനായ മനുഷ്യൻ. ഞാൻ ആ ഇടവകയെന്നൊക്കെ പോന്നിട്ട് കാലം ഒത്തിരി കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ ആളുകളിൽ അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കറിയാവുന്നവരാണ്. അച്ഛാ, ഞാൻ പറഞ്ഞു, അച്ഛാ ആ കുടുംബത്തിൻ്റെ അച്ഛന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. എന്താണാവോ, ഇപ്പം മക്കളുടെ മൂത്തതിൻ്റെ കല്യാണം കഴിഞ്ഞു, ഡൈവോഴ്സായി. പ്രസലോഷ്. രണ്ടാമത്തേതിൻ്റെ കല്യാണം കഴിഞ്ഞ് അവിടെ എന്തോ പ്രശ്നമാണത്. വിദേശ രാജ്യവും ഞാൻ പറഞ്ഞില്ല, ഒരു രാജ്യത്തേക്ക് പോയിട്ടുണ്ട്, അവിടെ എല്ലാം പ്രശ്നമായി. മുഴുവൻ തകർച്ചയാച്ചാ, മുഴുവൻ പുള്ളിക്ക് എന്തോ ഒരു രോഗം വന്നു, എന്തോ കിഡ്നിക്കോ എന്തോ ഒരു രോഗം പിടിപെട്ടിട്ടുണ്ട്. അപ്പോൾ ആകെ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പഴയ ചിത്രങ്ങളെല്ലാം തെളിഞ്ഞു വന്നു. പ്രസലോഷ്. അപ്പോൾ കർത്താവ് പറയുന്നൊരു വചനമുണ്ടല്ലോ, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കും. പ്രസലോഷ്. ദൈവത്തിനെതിരെയോ സഹോദരങ്ങൾക്കെതിരെയോ രഹസ്യമായോ പരസ്യമായോ ചെയ്തു കഴിയുമ്പോൾ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിയുടെ ഫലം അതിന് രക്ഷപ്പെടാനാകെയുള്ളത് ദൈവകരുണയിലുള്ള ആശ്രയത്വം. അത് ആത്മാർത്ഥമായിട്ട് ആശ്രയിക്കാതെ അതനുഭവിക്കാൻ പറ്റില്ല. ചെറുപടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. കൈകളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കുക മക്കളെ. ഒറ്റ വിളിച്ച് ഈശോയേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ചൊരു കാര്യമുണ്ട്. പാപം ആർക്കെതിരെ, നമ്മൾ പാപിയെ പോലും തിന്മ ചെയ്യുന്നൊരു വ്യക്തി, അവനെ പോലും നമ്മൾ ഉപദ്രവിച്ചാൽ നമുക്ക് അപകടം കിട്ടും. പാപിയെ നമുക്ക് ഉപദ്രവിക്കാനോ ശിക്ഷിക്കാനോ ഒന്നും നമുക്ക് അധികാരം. അത് ദൈവം നോക്കട്ടെ. ദൈവമാണ് അവനെ വിധിക്കേണ്ടത്, നമ്മളല്ല വിധിക്കുക. ദൈവം വിധിച്ചോളൂ, ദൈവം അത് ചെയ്തോളൂ, നമ്മളാരെയും വിധിക്കേണ്ട. പാപിയെ പോലും കുരിശിൽ തറയ്ക്കാൻ നമുക്ക് അധികാരമില്ല, അത് കർത്താവിനെ അധികാരമുള്ളൂ. ന്യായാധിപൻ ഒരാൾ മാത്രം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം. പ്രിയനേ വിശ്രമനാട്ടിൽ ഞാൻ എത്തുവാൻ വെമ്പൽ കൊള്ളുന്നേ. ഒട്ടും താമസം വൈക്കല്ലേ,
നിൽപ്പാൻ ശക്തി തെല്ലുമില്ലായേ. കരമുയർത്തി പിടിച്ച് ഒട്ടും താമസം വൈക്കല്ലേ, നിൽപ്പാൻ ശക്തി തെല്ലുമില്ലായേ. കണ്ണുനീരെന്നു മാറുമോ വേദനകളെ മക്കളെ കണ്ണീര് മനുഷ്യരോട് കണ്ണുനീരെന്നു മാറുമോ വേദനകളെന്നു തീരുമോ. കഷ്ടപ്പാടി കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. വിളിക്കട്ടെ. കഷ്ടപ്പാടി കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കണ്ണുനീരെന്നു മാറുമോ വേദനകളെന്നു തീരുമോ. കർത്താവേ, ഞങ്ങളുടെ കണ്ണീരും കഷ്ടപ്പാടും രോഗങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ഓരോ കുടുംബങ്ങളെ ഈ പരിശുദ്ധ കുർബാനയെ ചേർത്ത് വെക്കുന്നു. ഈ ദേശത്തുള്ള മുഴുവൻ കുടുംബങ്ങൾ ചേർത്ത് വെക്കുന്നു. കർത്താവേ, നിന്റെ കരം വെളിപ്പെടണമേ. ബന്ധനങ്ങൾ അഴിക്കണം കർത്താവേ. ഒറ്റ വിളി വിളിക്കുന്ന കരം എത്തിച്ചോ. വേദനകളെന്നു തീരുമോ. രണ്ടു കരം ഉയർത്തിപ്പിടിച്ച മക്കള് ജീവിതത്തിന്റെ പ്രയാസങ്ങൾ പ്രസംഗിച്ചു കൊടുത്ത്. സങ്കീർത്തനം 55:22 നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടെ നിന്നെ താങ്ങിക്കൊള്ളും. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടെ നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങുവാൻ അവിടെ നിന്ന് അനുവദിക്കുകയില്ല. നിന്റെ ഭാരം മക്കളെ ഓർത്തുള്ള വിഷമമാകാം, ജീവിത പങ്കാളിയോർത്തുള്ള വിഷമമാകാം, നാളെ കുറിച്ചുള്ള വിഷമമാകാം, പഠനമോർത്തുള്ള ഭാവിയോർത്തുള്ള ജോലിയോർത്തുള്ള വിവാഹമോർത്തുള്ള ഭാരങ്ങൾ, നിന്റെ മനസ്സിന്റെ എല്ലാ ഭാരങ്ങളും, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ. രണ്ടു കരം കൊടുത്തത് ഈശോ നമ്മെ ആശീർവദിക്കുന്നു. മക്കളെ ഈശോ ആശീർവദിക്കുന്ന സമയമാ. കൈകൾ ഉയർത്തി ചങ്കുപൊട്ടി ഈശോയെ വിളിച്ചോണം.